ഇവിടെ ഈ കുട്ടിപ്പെണ്ണ് നിലത്ത് കിടന്നിരുന്ന കുപ്പി പെറുക്കാൻ പോയതും അബദ്ധത്തിൽ ഹീറോയെ തട്ടി വീഴുന്നു. ഹീറോയും അവളെ എഴുന്നേപ്പിച്ചു നോക്കുമ്പോൾ ഷോക്കായി, നീ എൻ്റെ മകളല്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ആളും മാറിയതായിരിക്കും എന്നവൾ പറയുമെങ്കിലും ഹീറോയും ഒരിക്കലുമില്ല. നിനക്ക് വല്ല അലർജി ഉണ്ടോ? അതെങ്ങനെ നിങ്ങൾക്കറിയാമെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ കണ്ട ഹീറോയുടെ മുത്തശ്ശി, നിന്റെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വിവാഹത്തിന് സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി മാത്രം കുട്ടികളെ തെരുവിൽ നിന്ന് തട്ടിയെടുക്കാനാണോ ഉദ്ദേശം? അവളുടെ പാരൻസ് അവളെ അന്വേഷിച്ച് നിൽക്കുകയായിരിക്കും. കുട്ടി നിന്റെ അമ്മയുടെ ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് അവൾ അമ്മയുള്ള ഭാഗത്തേക്ക് കൈനീട്ടുമ്പോൾ ഹീറോ അവളെ വിടുന്നത് പോലില്ല. നോക്ക്, അവളുടെ കണ്ണുകളിലേക്ക് പുരുകളിലേക്ക് നോക്കൂ. അവളെന്നെ പോലെ തന്നെയാണെന്ന് പറഞ്ഞ് അവളെയും എടുത്ത് DNA ടെസ്റ്റ് ചെയ്യാനായി പോവുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ ഇവനെന്ത് പറ്റി? സാധാരണ കുട്ടികൾ അവരുടെ അച്ഛനെ തിരിച്ചറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ ആദ്യമായിട്ടാണ് ഒരു കുട്ടിയെ അച്ഛൻ തിരിച്ചറിയുന്നത്. നോക്ക്, ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയാ അതുപോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് വിടുന്നില്ല. അവസാനം ഹീറോ അവളെ നിലത്ത് നിർത്തി. എന്നാൽ ആ കുട്ടിപ്പെണ്ണ് ഹീറോയുടെ ഫോട്ടോ എടുത്തു. എന്തിനാണെന്ന് വെച്ചാൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത് നിയമവിരുദ്ധമാണ്. ഹീറോ ഇത് ആവർത്തിച്ചാൽ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അവൾ പോകുമ്പോൾ ഹീറോ അവളുടെ മുടി ഒരെണ്ണം പൊട്ടിച്ചെടുത്തു. അസിസ്റ്റന്റിനെ ഏൽപ്പിച്ച് വേഗം ഇത് ടെസ്റ്റ് ചെയ്യാൻ പറയുകയാണ്. കാരണം 5 വർഷം മുന്നേ അവൻ സ്നേഹിച്ച ഒരുത്തി വേർപിരിഞ്ഞപ്പോൾ അവൾ ഗർഭിണിയായിരിക്കാം. ഇവിടെ ആ പെൺകുട്ടിയുടെ അമ്മയും കാണിക്കുകയാണ്. അവളുടെ അമ്മയാണെങ്കിൽ ലുക്മീനിയ അസുഖമായിരിക്കും. ഇത്രയും ചെറുപ്പത്തിൽ മകളെ ഇത്രയധികം കഷ്ടപ്പെടുത്തുന്നതിന് അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട്. കയ്യിൽ പണമില്ലാത്തതുകൊണ്ടാണ് ചികിത്സ തേടാത്തത്. ഇനി മകളെ കഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് അമ്മ അവളോട്, നീ നിന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. എന്നാൽ അവൾ അമ്മയെ വിട്ട് എങ്ങും പോണില്ല എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഒരാൾ തൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് തൻ്റെ അടുത്തേക്ക് വന്നെന്ന് പറഞ്ഞ് ഹീറോയുടെ ഫോട്ടോ കാണിക്കുന്നു. ഹീറോയുടെ ഫോട്ടോ കണ്ടോടനെ അമ്മ ഷോക്കായി. അച്ഛന് സ്വന്തം മകളെ തിരിച്ചറിഞ്ഞതിൽ ഒരു തെറ്റുമില്ല. നീ അച്ഛൻ്റെ കൂടെ തന്നെ പോകണം. അച്ഛൻ നിന്നെ സംരക്ഷിക്കും. എന്നാൽ അവൾക്ക് അച്ഛനെ വെറുപ്പാണ്. കാരണം അമ്മ തീരെ സുഖമില്ലാത്തപ്പോൾ കാണാൻ പോലും വന്നിട്ടില്ല. സോ അവൾക്ക് അച്ഛനെ വേണ്ട എന്നാണ് പറയുന്നത്. പക്ഷെ ഇതെല്ലാം അമ്മയുടെ തെറ്റാണ്. അമ്മ അച്ഛനോടാണ് തെറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അച്ഛൻ അവളെ കാണാൻ വരാത്തത്. സോ അമ്മ അച്ഛൻ വീണ്ടും വന്നാൽ അമ്മയുടെ കാര്യം ഒന്നും പറയാൻ നിൽക്കണ്ട. കാരണം അമ്മയുടെ കാര്യം പറഞ്ഞ് വീണ്ടും ഹീറോയെ വിഷമിപ്പിക്കാൻ അമ്മയ്ക്കൊട്ടും താല്പര്യമില്ല. പെട്ടെന്ന് അമ്മയ്ക്ക് വേദന കൂടുകയും അവൾ അമ്മയെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയി.